ഹലോ മകളെ, ഷാഡ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗഫൂർ, നിങ്ങളുടെ മാത്സ് ഫാക്കൽറ്റിയാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലുള്ള ഒരു അടിപൊളി കോൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അതായത് കാർട്ടീഷ്യൻ പ്ലെയിനിൽ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിലേഷൻ എന്താണ് എന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ് ഫങ്ഷൻ. റിലേഷൻ പഠിക്കാതെ ഫങ്ഷൻസിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫങ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ റിലേഷനും ഫങ്ഷനും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നല്ലൊരു റിലേഷനും ഫങ്ഷൻസും തമ്മിലുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. അതിനു മുന്നേ എന്താണ് ഫങ്ഷൻ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് വളരെ വൃത്തിയിൽ ഭംഗിയിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഒരു മിനിറ്റിൽ കൂടാതെ വായിച്ചു നോക്കാം. എ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നത് ഫങ്ഷനെ വിളിക്കുന്ന പേരാണ്. ഫങ്ഷൻ ഉണ്ടെങ്കിലും ഫങ്ഷൻ ആവണമെങ്കിലും നമുക്ക് മിനിമം 2 സെറ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇവിടെ എന്ത് ചെയ്തു, ഞാൻ എ എന്നും ബി എന്നും വിളിച്ചു. ദാറ്റ് ഈസ് ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ റിലേഷൻ എന്നല്ല, ഇറ്റ്സ് എ സ്പെഷ്യൽ റിലേഷൻ ആണ്. അതായത് എല്ലാ ഫങ്ഷൻസും നമുക്ക് റിലേഷൻ ആണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. എല്ലാ ഫങ്ഷൻസും റിലേഷൻ ആണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ തിരിച്ചു പറയാൻ പറ്റില്ല കേട്ടോ. ഒരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ആണോ അത് ഫങ്ഷൻ അല്ലയോ എന്നുള്ളതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷെ തിരിച്ചില്ല. ഒരു ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി എപ്പോഴും അത് റിലേഷൻ ആയിരിക്കും. പക്ഷെ തിരിച്ചായിരിക്കുന്നു അത് പറയാൻ പറ്റില്ല. അതിനൊരു യൂണിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. which every element of set A has a unique image in set B. നമ്മൾ റിലേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ത്, ഒരു സെറ്റ്, അതായത് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മറ്റുള്ള ക്ലാസ്സിലെ ഒരേ കുട്ടീനെ എന്ത് ചെയ്യുക, നോക്കുക. മനസ്സിലായില്ലേ? അതായത് ഒരു കുട്ടി ഒരു കുട്ടിനെ നോക്കുക. കാരണം അതാണെന്ത് ഫങ്ഷൻ. നമ്മൾ ഈ ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ഒരാളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നോക്കുകയുള്ളൂ. ഒരാൾ ഒരിക്കലും 2 പേരെ നോക്കുകയില്ല. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പം എ ക്ലാസ്സിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ബി ക്ലാസ്സിൽ മറ്റൊരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 2-3 പേരിനെ മാത്രം നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇവിടെ ഒരു 4, 5, 6 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. മക്കളെ നോക്കിക്കോളൂ. 1 ഒന്നാമത്തെ കുട്ടി 4ാമത്തെ കുട്ടിയെ മാത്രമേ നോക്കുകയുള്ളൂ. വേറൊരു കുട്ടി എന്ത് ചെയ്യില്ല, നോക്കുകയില്ല. അങ്ങനെ നോക്കുന്നത് തെറ്റാണ്. അത് ആത്മാർത്ഥത ഇല്ലാത്തതാണ്. അതാ 2 എന്ന് പറയുന്നത് 5നെയാണ് നോക്കുന്നത്. 3 എന്ന് പറയുന്ന ആളുടെ നോട്ടം 7ലേക്കാണ്. ഇതാണെന്ത്, ഫങ്ഷൻ എന്ന് പറയണമെങ്കിൽ 1 4 മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ, നോക്കാൻ പാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കണ്ടില്ലേ, ഇതിൻ്റെ ഒരു 1ൻ്റെ ഇമേജ് ആണ് 4. ഇപ്പം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ പേര് വിളിക്കില്ല, അവൻ്റെ ഇരട്ട പേര് വിളിക്കുന്നത് പോലെ. അത് ചിലപ്പം അവൻ്റെ പലരുമായിരിക്കാം. അതേപോലെ തന്നെയാണ് ഇവിടെയും. കണ്ടില്ലേ, 1ൽ നിന്ന് 4ലേക്ക് 2 എന്ന് പറയുമ്പം 2ൻ്റെ ഇമേജാണ് 5, 3ൻ്റെ ഇമേജാണ് 7. അതേപോലെ തന്നെ നമുക്ക് ഇവൻ്റെ ഇമേജാണ് അവൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് തിരിച്ചും പറയാം, ഇയാളുടെ പ്രീ ഇമേജാണ് ഇവൻ എന്ന് പറയാൻ പറ്റും. 4ൻ്റെ പ്രീ ഇമേജാണ് 1 വരുന്നത്, 5ൻ്റെ പ്രീ ഇമേജാണ് 2 വരുന്നത്, 7ൻ്റെ പ്രീ ഇമേജാണ് 3 വരുന്നത്. അതെ, ചിലർക്കൊരു സംശയം ഉണ്ടാവും, സാറേ ആരോമാർക്കൊക്കെ ഒരു ഭാഗത്തേക്കാണല്ലോ, തിരിച്ചിങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നത്. അതെ, അതങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ സ്നേഹം കൊടുക്കുന്നവരാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കൊടുക്കൽ മാത്രമല്ല, ഇവർ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതാണ് ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫങ്ഷൻസിലുള്ളത്. പിന്നെ ചില സമയത്ത് ചില ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും, അവർക്ക് പ്രീ ഇമേജ് ഉണ്ടാവുകയില്ല. ഇവിടെ നോക്കിക്കോ മക്കളെ, ഇവിടെ ഒരാളും എന്ത് ചെയ്യില്ല, അതായത് നമ്മുടെ ക്ലാസ്സിൽ ആൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഒരാളും ഫ്രീ ആയിട്ട് സിഗ്മയായിട്ട് എപ്പോഴും ഇരിക്കുന്നുണ്ടാവില്ല. ആൾക്ക് ഒരാളോട് തോന്നാതിരിക്കാം. അത് തോന്നുന്നത് തെറ്റല്ല. അങ്ങനെ ഉണ്ടാകും. അതാണ് ഫങ്ഷൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഒരാൾ രണ്ടാമതൊരാളെ കൂടി നോക്കിക്കഴിഞ്ഞാൽ എന്തായി, അതൊരിക്കലും എന്തല്ല, അത് ഫങ്ഷൻ അല്ല. അങ്ങനെയുള്ളത് ഫങ്ഷനിൽ നിന്ന് പുറത്തുപോയി. അതെന്താണ്, അത് ശുദ്ധ മണ്ടത്തരമാണ്, അത് തെറ്റാണ് ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫങ്ഷൻ്റെ ഇനത്തിൽ നമ്മൾ കൂട്ടാറില്ല, നമ്മളിഞ്ഞ് കൂട്ടുകയുമില്ല. അതാണെന്ത്, ഫങ്ഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫങ്ഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് റിലേഷൻ?
അല്ലേ? അതായത് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ആളുണ്ടാകാം, ആളില്ലാതിരിക്കാം. പക്ഷെ ഫങ്ഷൻ അതുപോലെയല്ല. ഒരാൾക്ക് ഒരാളെ പാടുകയുള്ളൂ. ഒന്ന്, അതായത് നാം ഒന്ന് നമുക്കൊന്ന് പറയുന്നത് പോലെ നാം ഒന്ന് നമുക്ക് രണ്ടായി കഴിഞ്ഞാൽ അതെന്തല്ല, അത് ഫങ്ഷൻ ആവില്ല. അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്ന രീതി ഇവിടെ ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഫങ്ഷൻ ഫ്രം എ ടു ബി, ഫങ്ഷൻ ഫ്രം എ ടു ബി, സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കുള്ള ഒരു ഫങ്ഷൻ എഫ് സച്ച് ദാറ്റ് ഈ രണ്ട് ഇത് കണ്ടില്ലേ, രണ്ട് കുത്ത്, ദാറ്റ് ഈസ് രണ്ട് കുത്ത് കോളൻ. യെസ്, അതിനെയാണ് എന്ത് പറയുന്നത്? യെസ്, കോളൻ. ഫങ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇഫ് എഫ് ഓഫ് എ is equal to b, then b is called the image of a under f and a is called as a pre-image of b. അതെ, ഈ കാര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇമേജ്, എന്താണ് പ്രീ ഇമേജ്? അതെ, നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതിബിംബമാണെന്ത്, നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതാ 4 എന്ന് പറയുന്നത് എന്താണ്? വണ്ണിൻ്റെ ഇമേജ് ആണ് 4 എന്ന് പറയുന്നത്. വണ്ണിൻ്റെ ഇമേജ് ആരാണ്? 4 ആണ്. 4ൻ്റെ പ്രീ ഇമേജ് ആരാണ്? അത് 1 ആണ്. ഇതാണെന്ത് ഫങ്ഷനിൽ കൂടുതലും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ ഫങ്ഷൻ എന്നുള്ള സാധനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡയഗ്രാംസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവൻ ഫങ്ഷൻ ആണോ, അവൻ ഫങ്ഷൻ അല്ലയോ എന്നുള്ളത്. മക്കളെ, നമുക്കറിയാം എല്ലാ റിലേഷൻസും ഫങ്ഷൻ ആവണമെന്നില്ല. അതിന് ചില ക്രൈറ്റീരിയാസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ചില നിബന്ധനകളുണ്ട്. കാരണം എന്താ? എല്ലാ എലമെൻസിനും വളരെ യൂണിക്കായിട്ടുള്ള യെസ് ഇമേജുകളെ പാടുകയുള്ളൂ. അങ്ങനെയുണ്ട്. അതായത് നാം ഒന്ന് നമുക്കൊന്ന്. ഇവിടെ നോക്കൂ മക്കളെ, ഈ ക്വസ്റ്റ്യൻ തന്നെ സൂചിപ്പിക്കുന്നത് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫങ്ഷൻസ്. ഈ തന്നിരിക്കുന്ന 3 പിക്ചേഴ്സിൽ, ഈ തന്നിരിക്കുന്ന 3 ചിത്രങ്ങളിൽ ഏതാണ് ഫങ്ഷൻ? മക്കളെ, ഒന്നാമത്തെ നോക്കൂ. എക്ക് 1 ഉണ്ട്, ബിക്ക് 2 ഉണ്ട്, സിക്ക് ആരുമില്ല. ഇവിടെ 3 ഫ്രീ ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? സി മാന്യനാണ്, എന്ത് ചെയ്യുന്നില്ല? സി നോക്കുന്നില്ല. നോക്കൂ, ഇവിടെ നോക്കൂ. എക്ക് 1 ഉണ്ട്, ബിക്ക് 2 ഉണ്ട്, ബിക്ക് 3 ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു നാം ഒന്ന് നമുക്കൊന്ന്. ഒരു കാരണവശാലും നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കയ്യിൽ സിഗ്മ ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമുക്ക് സിഗ്മ ഇല്ല, സിംഗിൾസ് ഇല്ല. ഇവിടെ നോക്കൂ, മൂന്നാമത്തെ പിക്ചർ. എക്ക് 1 ഉണ്ട്, ബിക്ക് 2 ഉണ്ട്, സിയും എന്ത് ചെയ്തു? 2നെ നോക്കി. സിക്ക് ഒരാളുണ്ടല്ലോ, അതായത് അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത് എന്ത് ചെയ്യാം? നമുക്ക് അതിനകത്തൊരു ഫംഗ്ഷനായിട്ട് എടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ ഇതേ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഡയഗ്രാംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫങ്ഷൻസ്. ഇതിനകത്ത് ഏതാണ് ഫങ്ഷനായിട്ട് വരിക എന്നുള്ളതാണ്. മക്കളെ, ഒന്നാമത് നോക്കിയേ, 3 പേരും ഒരാളെ തന്നെ നോക്കുന്നു, ഒരു റിലേഷൻ. ഇവിടെ ഒരാൾ 3 ആളെയും നോക്കുക. അതായത് ബി തന്നെ 1നെയും ബി തന്നെ 2നെയും ബി തന്നെ 3നെയും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളതിനെ അംഗീകരിക്കാൻ പാടുകയില്ല. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഇതിനെ അംഗീകരിക്കരുത്. കാരണം ഈ സാധനം, അതായത് ഈ ബി ചെയ്യുന്നത് തെറ്റാണോ അല്ലയോ? അത് തെറ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്കുമുണ്ട്, ബിക്കുമുണ്ട്, സിക്കുമുണ്ട്. ഓരോ ഇമേജിൻ്റെ ഒരേ ഇമേജാണ് എന്നേ ഉള്ളൂ. അതായത് എ നോക്കുന്നത് 2നെയാണ്, ബി നോക്കുന്നത് 2നെയാണ്, സി നോക്കുന്നത് 2നെയാണ്. ലോട്ടറി ആർക്ക് അടിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. സി നോക്കിക്കേ, എക്ക് 1 ഉണ്ട്, ബിക്ക് 2 ഉണ്ട്, സിക്ക് 3 ഉണ്ട്. മൂന്നാമത്തെ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല, നമുക്ക് പറയാൻ പറ്റും yes, it is a function. Then what about A? What about the question number, the figure number 4? Yes, അതിനെന്ത് ചെയ്യാം? എ നോക്കുന്നതും ബി നോക്കുന്നതും സി നോക്കുന്നതും എന്ത് ചെയ്യാം? 2 ആണ്, കുഴപ്പമില്ല കേട്ടോ. അത് കുഴപ്പമില്ല, നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ പേര് നോക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ ആളില്ലാതിരിക്കുന്നതും പ്രശ്നമാണ്. ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ സ്ക്രീനിൽ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇത് ഫങ്ഷൻ ആണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഇത് നോക്കിക്കേ മക്കളെ, 2 സെറ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതായത് ഫസ്റ്റത്തെ സെറ്റ് എന്താണ്? എ എന്നുള്ള സെറ്റാണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ പേര് ഇത് ആറാണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ പേര് ആർ എന്നാണ് കേട്ടോ. ഒന്നാമത്തെ സെറ്റ് എയും രണ്ടാമത്തെ സെറ്റ് ആറുമാണ്. സെറ്റ് എയിൽ 6 നമ്പേഴ്സ് 1 2 3 4 5 6 ഉണ്ട്. സെറ്റ് ആറിൽ 1 2 3 4 5 6 ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇമേജ്, അതായത് എയിൽ നിന്ന് 6ലേക്ക് പോകുമ്പോഴുള്ള ഇമേജസ്, 1ന് 2 ഉണ്ട്, 2ക്ക് 3 ഉണ്ട്, 3ക്ക് 4 ഉണ്ട്, 4ന് 5 ഉണ്ട്, 5ന് 6 ഉണ്ട്, 6ന് ആരുമില്ല.
അതെ, 6ന് ഇവിടെ ആരും ഇല്ല. 6 പാവം. എന്താണെന്നറിയോ, 6 ഇങ്ങനെ മേടിച്ചിരിക്കുക പാവം. അപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. 6ന് ആളില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് മറച്ച് പറയാൻ പറ്റും, ഇറ്റ് വിൽ നോട്ട് ബി എ ഫംഗ്ഷൻ, ദിസ് വിൽ നോട്ട് ബി എ ഫംഗ്ഷൻ. റിലേഷൻ ആയിരിക്കുന്നല്ല, റിലേഷൻ ആണ്. പക്ഷെ എന്തല്ല, ഇതൊരു ഒരു 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 ഫംഗ്ഷൻ അല്ല, അതൊരു ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. കാരണം എന്താ, ഇവിടെ 6 ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്, സിംഗിളായിട്ടിരിക്കുന്നുണ്ട്. നമുക്കതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, എയും ആറും രണ്ട് റിലേഷൻ, 2 സെറ്റ് തന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഡൊമെയിൻ എന്താണ്, അതിനകത്തുള്ള റേഞ്ച് എന്താണ്, അതിൻ്റെ കോ ഡൊമെയിൻ എന്താണ് എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്കറിയാം ഡൊമെയിൻ, നമ്മളിതേ ഫസ്റ്റ് ഇത് നമ്മുടെ ഇതിനെയാണെന്ന് പറയുന്നത് ഡൊമെയിൻ. ഇതായിരിക്കും നമ്മുടെ ഡൊമെയിൻ, ഇത് നമ്മുടെ ഡൊമെയിൻ, ആൻഡ് ദിസ് വൺ വിൽ ബി അവർ റേഞ്ച്. അപ്പം നമ്മുടെ ഡൊമെയിനും റേഞ്ചും ആണെന്ത് ഇതിനകത്ത് കൂടുതലും ഉൾക്കൊള്ളിക്കുക. നോക്കിക്കോളൂ മക്കളെ, നമ്മുടെ ഡൊമെയിനിൽ എന്ത് ചെയ്യുന്നറിയോ, എല്ലാം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റിലേഷനിലുള്ള ആരൊക്കെയാ, 1 2 3 4 5 6ന് ആരും ഇല്ല. സോ വി വിൽ നോട്ട് കൺസിഡർ 6 ആസ് ആൻ എലമെൻറ്റ്. 6 എന്ത് ചെയ്യുന്നില്ല, നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല, അത് ഡൊമെയിനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളുന്നില്ല. പിന്നെ റേഞ്ച് 6 എന്ന് പറയുമ്പം, റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഡൊമെയിൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്, കോ ഡൊമെയിൻ ഉണ്ട്. ഡൊമെയിൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്, കോ ഡൊമെയിൻ ഉണ്ട്. ഈ റേഞ്ച് എന്നുള്ള സാധനം കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാധനത്തിന്റെ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും വിളിക്കുന്ന പേരാണെന്ത്, കോഡൊമെയിൻ. അപ്പൊ കണ്ണടച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഇസ് എ കോഡൊമെയിൻ ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 to 6 വരെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ എഴുതണം. അതെ, ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും, അതായത് 1 2 3 4 5 6 എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ റേഞ്ചും കോഡൊമെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാകും. മക്കളെ, ഇനി ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, റേഞ്ച് ഡൊമെയിൻ എഴുതി, കോഡൊമെയിൻ എഴുതി. ഇനി നമുക്കറിയേണ്ടത് റേഞ്ച് എന്താണ് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ റേഞ്ച് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ഈ റേഞ്ചിൽ ആ റേഞ്ചിൽ സിംഗിൾ അടിച്ചെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട്. ആരാണുള്ളത്? 1 സിംഗിളാണ്. അതായത് 1 പാവം പ്രീമിയേജ് ഇല്ല. അപ്പോൾ 1 ഒഴിവാക്കിയിട്ട് 2 3 4 5 6 അതായിരിക്കും എന്ത്, നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മുടെ ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്, is it a function or not? Is the given relation a function or not? ഇതൊരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. മക്കളെ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, this will not be a function. എന്തുകൊണ്ട്? ഫസ്റ്റത്തെ സെറ്റ്, അതായത് നമ്മുടെ എ എന്ന സെറ്റിൽ എല്ലാ എലമെന്റ്സിനും എന്തില്ല, ഇമേജ് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, യെസ്, ദിസ് വിൽ നോട്ട് ബി എ ഫംഗ്ഷൻ. യെസ്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ ഈ ഒരു 6 ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത്, നമുക്ക് ഇത്രയും പ്രതിസന്ധി ഇവിടെ നമ്മൾ നേരിട്ടിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്താണ് എന്നതാണ്. ഈ ടൈപ്സ് ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇതേപടി ക്വസ്റ്റ്യൻ ചോദിക്കും. 1 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അതിൽ ഏത് ചോദിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ടൈപ്പ് ഫംഗ്ഷനും, അതായത് 3 ടൈപ്പ് ഫംഗ്ഷനാണ് നമുക്ക് നിർബന്ധമായിട്ടും അറിയാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നതാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം ഓൾറെഡി ഇവിടെ ഡിഫൈൻഡ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നുള്ളത്. മക്കളെ, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കലും ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം എഴുതരുത്. The function f from R to R is defined by y is equal to f of x and x element of R. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is real number. Okay, it is element of R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. കൂടുതലും നമ്മൾ എന്താണെന്ന് അറിയോ, ഇങ്ങനെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കൂടുതൽ വരുമ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നമ്മളൊരു റേഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ് കേട്ടോ. ഈസ് ടു ബി ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ, ദ ഡൊമൈൻ ഈസ് ഈക്വൽ ടു R. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും റിയൽ നമ്പർ, ആൻഡ് ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇത്ര എന്ത് ചെയ്യരുത്, വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ഇത് മാത്രം എഴുതിയിട്ട് ഗ്രാഫിനെ ഒഴിവാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗ്രാഫ് മാത്രം വരച്ചിട്ട് ഇതിനെ ഒഴിവാക്കാനും പാടില്ല എന്ന് പറയുമ്പം ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയേ പറ്റൂ.
ഇതെന്ത് ചെയ്യുക, ഇത് കാണാതെ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളിതിനെ തള്ളിക്കളയാൻ പാടില്ല. ഇത് തിയറി പാട്ട് പോലെ ഉണ്ടല്ലോ അയ്യേ എന്ന് പറഞ്ഞ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ ഈ സാധനത്തിനെ തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ഈ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയും ഇതിനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ഗ്രാഫും വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ സൈഡും നമ്മൾ എഴുതണം. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വൃത്തിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫംഗ്ഷൻ ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മറക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കുക തന്നെ വേണം. നമ്മൾ എന്തൊക്കെയാണോ എന്ന് കണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണോ ഈ എപ്പിസോഡിൽ കണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി എന്ത് ചെയ്യാം, റീഐട്രേറ്റ് ചെയ്ത് പഠിക്കുക. മറക്കരുത്, മടിക്കരുത്. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ.